ശല്ലി എന്തെങ്കിലും ഒന്ന് പറ. ശല്ലി തന്നെ എങ്ങോട്ടേക്ക് പോകുന്നേ? എന്നിൽ നിന്ന് ഒളിച്ചോടി പോവാണോ? അങ്ങനെ തലയ്ക്ക് ഒളിക്കാൻ ഈ ഭൂമിയിൽ ഒരു സ്ഥലമുണ്ടോ? നോക്ക്, എവിടെ പോയാലും എന്റെ ഓർമ്മയിൽ നിന്ന് തനിക്ക് ഓടി ഒളിക്കാൻ പറ്റുമോ? പറ്റെങ്കിൽ തപ്പോ ഏത് പാതാളത്തിലേക്കാണെങ്കിലും പോ. പക്ഷെ എന്റെ ചങ്ക് പറിച്ചിട്ടാ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കോ. ഹലോ ശാലി, എന്താ മോളെ ഇതൊക്കെ? ഇത്രയും സങ്കടം കൊണ്ട് നീ ഏത് രാജ്യത്ത് പോയാലും സമാധാനത്തോടെ നിനക്ക് കഴിയാൻ പറ്റൂടി? പോകുന്നതിന് മുമ്പ് വിഷ്ണുട്ടിന്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്നുണ്ടായിരുന്നു. വിഷ്ണുട്ടിന്റെ ശബ്ദം കേൾക്കുമ്പോ കരയുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ പൊട്ടിക്കരയുമെന്ന് ഞാൻ ഓർത്തില്ല അമ്മ. അമ്മ എന്നെ ശപിക്കരുത്. ജീവൻ പോലെ കൊണ്ടു നടന്ന കുടുംബശ്രീ ഹോട്ടല് കണ്ണീരോടെ മറ്റൊരാൾക്ക് നടത്താൻ ഏൽപ്പിച്ചിട്ട് പോന്നിരിക്കല്ലേ അമ്മ. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഈ കണ്ണൊന്നും പൊടിയുന്നു കൂടിയില്ല. പക്ഷെ ഉള്ളിൽ കരയാണെന്ന് എനിക്കറിയാം. എന്തൊക്കെയാണ് നീ പറയുന്നത്? എനിക്ക് വേണ്ടി എല്ലാവരും ത്യാഗം ചെയ്യുന്നു. അതില് മുൻപന്തിയിൽ അമ്മ തന്നെയാണ്. ആ ചായക്കടയല്ലേ അമ്മ നമ്മളെ ഇത്രത്തോളം ആക്കിയത്. എന്നെ കളക്ടറാക്കിയതിന് പിന്നിലും ആ ചായത്തട്ട് തന്നെയാണ്. ദിവസത്തിൽ 24 മണിക്കൂറും പോരാന്ന് തോന്നി പണിയെടുത്തിരുന്ന ആ കാലം അത് ഇനി നമുക്ക് വെറും ഓർമ്മയാ. അമ്മ എന്നെ വെറുക്കരുത്, എന്നെ ശപിക്കരുത്. എന്റെ തീരുമാനം തെറ്റാണോ ശരിയാണോന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്കിവിടുന്ന് പോവാം. ട്രെയിൻ ഇപ്പൊ വരും. കുഞ്ഞേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ പപ്പി ഉണ്ടാവില്ലായിരുന്നു. പപ്പി ഇന്ന് ജീവനോടെ ഇരിക്കുന്നതിന് കാരണം എന്റെ കുഞ്ഞേച്ചിയാണ്. കുഞ്ഞേച്ചി ബ്ലഡ് കൊടുത്തില്ലായിരുന്നെങ്കിൽ പപ്പി മോൾ ഇന്ന് ഉണ്ടാവില്ലായിരുന്നു. പോ, ഏത് പാതാളത്തിലേക്കാണെങ്കിലും പോ. പക്ഷെ എന്റെ ചങ്ക് പറിച്ചിട്ടാ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കോ. എന്തിനാ അമ്മ കരയുന്നത്? നമ്മൾ ടൂർ പോയല്ലേ? മോളെ, അമ്മയ്ക്ക് നല്ല സുഖമില്ലാന്ന് തോന്നുന്നു.
നമുക്ക് തിരി നമ്മൾ ടൂർ കഴിഞ്ഞ് മടങ്ങി വരുമ്പോ പപ്പിക്ക് നല്ലൊരു പാവ വാങ്ങിക്കൊണ്ട് വരണേ. പിന്നെ സത്യാമ്മ നെക്ലേസ് വാങ്ങി തന്ന പോലെ പപ്പിക്ക് നമുക്ക് നെക്ലേസ് വാങ്ങിക്കൊടുക്കണം കേട്ടോ. പിന്നെ ബിഗ് ഫ്രണ്ടിനെ വാങ്ങിക്കണം നല്ലൊരു ഗിഫ്റ്റ്. എന്തിനാ എന്റെ അമ്മ ഇങ്ങനെ കരയുന്നത്? നമ്മള് ടൂറിനൊന്നും പോകുന്നതല്ല മോളെ. നമ്മൾ ഇവിടെ എന്നേക്കുമായിട്ട് പോവുക. ഇനി നമ്മൾ ഇങ്ങോട്ട് വരില്ല. അയ്യോ, അപ്പൊ പപ്പിയും ബിഗ് ഫ്രണ്ടിനെ ഒന്നും സത്യമോക്കിനെ കാണാൻ പറ്റില്ലേ? ഇല്ല, അവരെയൊക്കെ ഇനി നമ്മൾ മറക്കണം. വേണ്ട, നമുക്ക് പോകണ്ട, ഒരിടത്തേക്കും പോകണ്ട. എനിക്ക് വയ്യ സത്യങ്ങൾ പറയാതെ ഇവിടുന്ന് കൊണ്ടുപോവാൻ. അറിയട്ടെ, പറയുമ്പോ ഉള്ള കരച്ചില് മാത്രമല്ലേ ഉള്ളൂ. അവിടെ ചെന്നിട്ടുള്ള സങ്കടം ഒന്നും കാണണ്ടല്ലോ. എല്ലാവരും കൂടി എന്നെ ഇല്ലാതാക്കും. മോള് എവിടെ നോക്കിയടോ? നമുക്കിവിടുന്ന് പോകണ്ട അമ്മേ. അയ്യോ, വിഷ്ണുട്ടാ, ശാലിനി, മോളെ. അയ്യോ, വിഷ്ണുട്ടാ, 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 വിഷ്ണുട്ടാ,
വിഷ്ണുട്ടാ ബിഗ് ഫ്രണ്ട്. എന്നെ തനിച്ചാക്കിട്ട് താൻ എവിടേക്ക് പോകുന്നേ? അതിന് തനിക്ക് കഴിയും. വിഷ്ണുട്ടാ പിന്നെ എനിക്ക് ട്രാൻസ്ഫർ ആയിരുന്നു. ആരെ ബോധിപ്പിക്കാൻ? ആരെ ബോധിപ്പിക്കാൻ ഈ ട്രാൻസ്ഫർ? എന്നെയോ? അതോ എന്റെ അമ്മയോ? തന്നെ സത്യം കാണാതെ പപ്പിപ്പോൾ അവിടെ മരുന്ന് പോലും കഴിക്കുന്നില്ല. അവളവിടെ വാശി പിടിച്ചു ഒരു കിടപ്പ. നിങ്ങൾ രണ്ടുപേരെയും പപ്പിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞു വന്നാ ഞാൻ. എനിക്ക് പപ്പിയെ കാണണം. വിഷ്ണുട്ടാ 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 വിഷ്ണു അച്ഛ, വിഷ്ണുട്ടാ വിഷ്ണു അച്ഛ, വിഷ്ണുട്ടാ വിഷ്ണു അച്ഛ. എഴുന്നേക്ക് വിഷ്ണുട്ടാ 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 കണ്ണു ഓർക്ക് വിഷ്ണുട്ടാ. മോളെ ഈ മരുന്ന് കഴിക്കുക. എനിക്ക് വേണ്ട. കഴിക്ക് പപ്പി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സത്യം ചേച്ചമ്മ വന്നോ അമ്മ? വിഷ്ണു അച്ഛൻ പോയിട്ടുണ്ടല്ലോ പപ്പി. വിഷ്ണു അച്ഛൻ അവരെയും കൊണ്ടേ വരൂ. വിഷ്ണുപുരം എവിടെ പോയി? സത്യയും കുഞ്ഞേച്ചിയും കാണണമെന്ന് പറഞ്ഞ് പപ്പി നിർബന്ധം പിടിച്ചപ്പോ വിഷ്ണുവേട്ടൻ അവരെ വിളിക്കാനായിട്ട് പോയിരിക്കുക. അവര് വന്നാലേ ഭക്ഷണവും മരുന്നും കഴിക്കുമെന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് പപ്പി. ദാ കണ്ടില്ലേ, ഇത് കഴിച്ചിട്ടില്ല. മോളെ മോളീ മരുന്ന് കഴിക്ക്. വിഷ്ണു അച്ഛനെ സത്യമ്മ ഇപ്പൊ വിളിക്കാം. ദാ കഴിക്കുമോളെ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഫോണിൽ കിട്ടുന്നില്ലല്ലോ, റിങ് പോകുന്നേയില്ല. ഇങ്ങനെ വരാത്താണല്ലോ. ആ ഫോണില് ചാർജ് കുറവായിരുന്നു, ചിലപ്പോ ഓഫായി പോയിട്ടുണ്ടാവും. മോളെ പറയുന്ന കേക്ക്, ഈ മരുന്നൊന്ന് കഴിക്ക്. ഇല്ല, ഞാൻ വിഷ്ണുവച്ചൻ വന്നിട്ടേ കഴിക്കൂ. വിഷ്ണുവച്ചൻ വരും മോളെ. ഇതെന്താ വിഷ്ണുവച്ചൻ ഇത്രയും വൈകുന്നേ? രോഹിത്തെ, പപ്പിമോളെ കൊണ്ട് എങ്ങനെയെങ്കിലും അതൊന്ന് കഴിപ്പിച്ച നീ. ഇതാ രോഹിത്തെ. മോളിത് കഴിച്ചേ. വേണ്ട.
വിഷ്ണു അച്ഛൻ മോളോട് വാക്ക് പറഞ്ഞിട്ടല്ലേ പോയിരിക്കുന്നത്. അപ്പൊ വിഷ്ണു അച്ഛൻ അവരെ കൊണ്ടേ വരൂ. വേണ്ട, അവര് വന്നാലേ ഞാൻ കഴിക്കൂ. മോളെ പപ്പി ഇങ്ങനെ വാശി പിടിക്കല്ലേ. ദേ, മോള് ഭക്ഷണവും മരുന്നും ഒക്കെ കൃത്യമായിട്ട് കഴിച്ചെങ്കിലല്ലേ നമുക്ക് എവിടെയാണെങ്കിലും പോകാൻ പറ്റൂ. അവളെ നിർബന്ധിക്കേണ്ട സത്യമേ, അവള് കഴിക്കില്ല. പപ്പി, ഹായ് സത്യ. അയ്യോ പപ്പി, മോളെ ഇതെന്താ പപ്പി നിനക്ക് പറ്റിയേ? തലയിലൊക്കെ മുറിവുണ്ടല്ലോ. എത്ര നേരമായി ചോദിക്കുന്നെന്നറിയോ? സന്തോഷായി, സത്യ വന്നല്ലോ. പപ്പി എന്തിനാ സങ്കടപ്പെടുന്നേ? പപ്പിക്ക് വേദനിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പൊ സത്യയെ കണ്ടപ്പോ എല്ലാം മാറി. സത്യയുടെ അമ്മ എവിടെ? ആഹാ, ഇതാണോ പത്മിനി പറഞ്ഞ കുട്ടി? അതെ ഡോക്ടർ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഓ ഐ സി. അപ്പൊ ഇനി മോക്ക് മരുന്നൊക്കെ കഴിക്കാലോ. ആ കഴിക്കാം. എങ്കി കഴിക്ക്. ഇങ്ങിതാ, ഞാൻ കൊടുക്കാം. കഴിക്കും മോളെ. തല കൂടുതൽ ഇളക്കരുത്. കൂട്ടുകാരിയായിട്ടും അധികം സംസാരിക്കണ്ട. പക്ഷേ കൂട്ടുകാരി സംസാരിച്ചോട്ടെ, നമുക്ക് കേട്ടാ മതിയല്ലോ. ഡോക്ടർ, എന്റെ മോൾക്ക് കുറച്ചു ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. ഇവള് മിടിക്കുക. ഇവളുടെ ഈ ക്ഷീണമൊക്കെ അങ്ങ് പെട്ടെന്ന് ഭേദമാവും. വന്നിരിക്കുന്നത് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? നിനക്ക് ആക്സിഡന്റ് ആയ വിവരമൊന്നും ഞാൻ അറിഞ്ഞില്ല പപ്പി. ഇങ്ങിതാ, ഇവിടെ നിന്ന് എന്നേക്കുമായിട്ട് മാറി നിൽക്കാൻ വേണ്ടി തന്നെയാ ശാലിനി ഞങ്ങളെയും കൊണ്ട് പോവാൻ പോയത്. ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് തന്നെയായിരുന്നു അവൾ തീരുമാനിച്ചിരുന്നത്. ട്രെയിൻ പോകുന്നതിന് മുൻപ് വിഷ്ണുവേട്ടൻ വന്നല്ലേ? എന്നിട്ട് വിഷ്ണുവേട്ടനും കുഞ്ഞേച്ചി എവിടെ? അത് വിഷ്ണു അമ്മ, അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? അത് അത് പിന്നെ ശാലിനിയാണല്ലോ. ഹലോ. അയ്യോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ
മാത്രം ഇവർക്കെതിരെ ചെയ്തത്.